പോവാണ് ഗൈസ്, ഞാൻ പോവാണ്. എനിക്ക് മടുത്തു. ഞാൻ പെട്ടിയും കിടക്കെ എല്ലാം എടുത്തുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവാണ് കേട്ടോ. വെറുതെ പറഞ്ഞാണേ. ഞാൻ നാളെ ഇക്കടെ വീട്ടിലോട്ട് പോവാണേ. ഇപ്പൊ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഏതാണ്ട് 4 മാസമൊക്കെ ആയി. അപ്പൊ ഇനിയെങ്കിലും ഒന്ന് അങ്ങോട്ട് പോകണമല്ലോ. അപ്പൊ നാളെ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. ഇന്നാണ് എല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ഞാനാണെങ്കിൽ എല്ലാം ലാസ്റ്റ് നിമിഷമേ ചെയ്യത്തുള്ളൂ. അത് പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ. വലിയതായിട്ടൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു ഇതിലിരുന്നത്. കുറച്ച് ഡ്രസ്സല്ലേ ഉള്ളൂ, അത് വാരിപ്പറക്കി പെട്ടിയിലോട്ട് ഇട്ടാൽ മതിയല്ലോ എന്നും പറഞ്ഞിരുന്നതാണ്. പക്ഷേ പാക്കിംഗ് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഡ്രസ്സ് മാത്രമല്ല എന്തൊക്കെയോ ഉണ്ടെന്നുള്ളത്. അതും കുഞ്ഞൊരു സാധനമൊക്കെ ആണെങ്കിൽ കുനുന എന്തൊക്കെയോ സാധനങ്ങളായിരുന്നു കേട്ടോ. അതൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല, എന്തൊക്കെ എടുത്ത് വെക്കണമെന്നുള്ളത്. സത്യം പറഞ്ഞാൽ ബ്ലാങ്ക് ആയിരുന്നു പാക്ക് ചെയ്യുന്ന സമയത്ത്. മെയിനായിട്ട് ഈ ഒരു സാധനം കുത്തിക്കേറ്റി വെക്കാനായിരുന്നു ഏറ്റവും വലിയ പാട്. ഒരു പെട്ടിക്കകത്ത് തന്നെ ആക്കിയാൽ വലിയ പാടില്ലാതെ അങ്ങ് എടുത്തുകൊണ്ട് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചാട്ടോ എല്ലാം കൂടെ കുത്തിക്കേറ്റി ഒരു പെട്ടിക്കകത്താക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അവസാനം ഈ സാധനമൊക്കെ എങ്ങനെയൊക്കെയോ ചുരുട്ടി മടക്കി പെട്ടിക്കകത്താക്കി വെച്ച്. എന്നോടാ കളി, ഞാനല്ലേ ആള്. അങ്ങനെ ഒരു സൈഡിൽ കൊച്ചിൻ്റെ സാധനങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു സൈഡിൽ എൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓർമ്മയുള്ള എന്തൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹാൻഡ് വർക്കിൻ്റെ കുറച്ച് സാധനം കൂടെ വെക്കാനുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പെട്ടിക്കകത്ത് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ എൻ്റെ മെഷീനും സാധനങ്ങളും ഒക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. എന്തായാലും അടുത്ത ആഴ്ച ഞാൻ ഇങ്ങോട്ട് വരും. അപ്പോൾ പിന്നെ അന്നേരം എടുത്തോണ്ട് പോകാമെന്ന് വിചാരിച്ച്. ഈ പെട്ടി അടയ്ക്കുന്ന സീൻ എൻ്റെ കെട്ടിയും കണ്ട് ഉറപ്പായിട്ട് എന്നെ തല്ലിക്കൊല്ലും. ഇതൊന്നും ഇങ്ങനൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് എപ്പോഴും ഞാനുമായിട്ട് വഴക്കാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയോ കെട്ടിപ്പൂട്ടി വെച്ച്. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടുന്ന് കാണിക്കാവേ. അപ്പോൾ ബൈ.